ഹലോ ചക്കരകളെ, എന്നാണ്ട് വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടെല്ലാവരും ചാച്ചുകയായിരിക്കും അല്ലേ? ഞാനിവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ആ ചോറ് ഇച്ചിരി കൊണ്ട് വയലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉടനെ ഇങ്ങനെയൊക്കെ വരും. ഞാൻ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ എടുത്ത് കളയും. കുറച്ച് സമയം കഴിഞ്ഞ് കണ്ണുകളിങ്ങനെ നിയന്ത്രണാതീതമായി ഇങ്ങനെ അടഞ്ഞു പോകാനൊക്കെ നോക്കും. ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അതിന് മനസ്സില്ല, എനിക്ക് ഉറങ്ങാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒന്നും നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, നമ്മൾ യന്ത്രമൊന്നും അല്ലല്ലോ. ഞാൻ നല്ല ജോലിയും ചെയ്യുന്നുണ്ട് ചക്കരയുടെ. ഇരിക്കുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ നല്ല ഉണർവോടെ ഇരിക്കുന്നു. നിങ്ങളുടെ ഇല്ലേ ഇന്നലത്തെ ആ പ്രേമത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചക്കരകളെ തൈക്കളവുകൾ വരെ എല്ലാവരും എൻ്റെ പ്രായമുള്ളവരെ തയ്യെന്ന് പറയും. എല്ലാം ഇങ്ങനെ സുഖിച്ച് ചിരിച്ച് കളിച്ച് ആ പ്രേമമൊക്കെ അയവറക്കി കള്ളികളെല്ലാം ചിരിയായിരുന്നു. എല്ലാവരും കൊണ്ട് സുഖിച്ച് ചക്കരകൾക്കെല്ലാം വീഡിയോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചക്കരകളെ, നമുക്ക് ദുഃഖവും നെഗറ്റീവായിരുന്ന കാര്യങ്ങളൊന്നും പറയണം. നമുക്ക് ഇങ്ങനെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറയാൻ ചക്കരകളെ. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പില്ലേ, കല്യാണം കഴിയുന്നത് നമുക്കൊരു ചെറുക്കനെ പറ്റിയൊക്കെ നമുക്കൊരു സങ്കല്പം എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അയ്യോ, ഞാനിങ്ങനെ ഭയങ്കര സങ്കല്പത്തിൻ്റെ ഒരു രാജകുമാരിയായിരുന്നു. എനിക്ക് വേറെ ഒരു പണിയില്ലല്ലോ. ഭയങ്കര അന്തിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കണമെന്ന് ഭയങ്കര അതിമോഹങ്ങളായിരുന്നു. അപ്പം അതിമോഹമല്ല, മനുഷ്യർക്കൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ടും വൃത്തിയായിട്ടും നീറ്റായിട്ടൊക്കെ ജീവിക്കേണ്ട ചക്രകളെ. അപ്പം ഞാൻ എൻ്റെ ഭയങ്കര മനോഹര ഭാവനയിൽ സ്വപ്നം വരുന്നു. എനിക്ക് ഇന്നും അത് തന്നെ പറയാം. നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. ഞാൻ പണ്ടത്തെ നമ്മുടെ സ്വപ്നം എന്തത്, 10ാം ക്ലാസ് ഒന്നെങ്കിൽ ജയിക്കണം, ഒന്നെങ്കിൽ തോക്കണം, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കണം, എന്നിട്ട് 2 പിള്ളേരെ വളർത്തണം, ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം. ഇതൊക്കെയല്ലേ നമ്മുടെ പണ്ടത്തെ സ്വപ്നം. ജോലിക്ക് പോകണമെന്നില്ല, കാശുണ്ടാക്കണമെന്നില്ല, ഭർത്താവ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് തരും. നമ്മൾ പിന്നെ ചോറും കറിയൊക്കെ വെച്ച് കൊടുത്ത് അവരെ നോക്കി ജീവിക്കുന്നൊരു ഭാര്യ അല്ലേ. അന്ന് നമുക്ക് സ്ത്രീകൾ തന്നെ ശത്രു, ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത്. ഞാനും ഇങ്ങനെ എന്നോട് ഒരു ആളിതിനകത്ത് ചോദിച്ചിട്ട്, നമ്മുടെ ഒരു സുഹൃത്തിന് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടേ, പണ്ട് പ്രേമിച്ചിട്ട് വല്ല തേപ്പും കിട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും സിംഗമയെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പണ്ട് പ്രേമിച്ചിട്ട് പ്രേമിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ അവിടെയൊക്കെ ലൈൻ കൊടുത്തിടുമെന്ന് പറഞ്ഞില്ല. അപ്പം എനിക്ക് ആ കൊടുത്ത ലൈനോടൊന്നും എനിക്ക് വലിയ ആത്മാർത്ഥമൊന്നുമില്ല. അവരുടെ ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. പിന്നെ ഒരു ഈ പറഞ്ഞ കണക്ക് ആരുമില്ലെങ്കിൽ ഒരു കൈ കൊടുക്കാം എന്ന് വിചാരിച്ചു. അതായത് നമുക്ക് അവസരം ആരും കിട്ടിയില്ലെങ്കിൽ കെട്ടാമെന്നുള്ള മൈൻഡിൽ തന്നെയാണ്. ഇപ്പോൾ അവന്മാരിത് കുത്തിയിരുന്ന് കാണും, ഒന്നുമില്ലെങ്കിൽ പുറത്തുപോയി ഭാര്യമാരറിയാതെങ്കിൽ ഇവൾ എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി കാണും, ഉറപ്പായ കാര്യം. ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭർത്താവ് കാണുന്ന വീഡിയോകൾ ഏതാണെന്നറിയാൻ പിടിക്കുന്ന പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബ് എടുക്കുക, നമ്മൾ ഭർത്താവ് കണ്ട ഏത് വീഡിയോകളൊക്കെയാണെന്ന് അറിയാമെങ്കിൽ അത് നോക്കുമ്പോൾ തന്നെ അവരുടെ അതിൽ അതൊക്കെ തന്നെ വരത്തുള്ളൂ. രാഷ്ട്രീയമാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ ചവറുകളുടെ വാർത്തയും വരും അതിനകത്ത്. വല്ല സെക്സ് വീഡിയോ ആണ് കാണുന്നെങ്കിൽ അത് തന്നെ അടുപ്പിച്ച് വരും ചക്കരകളെ. പ്രാർത്ഥനാ വീഡിയോകൾ കാണുന്നെങ്കിൽ അത് തന്നെ ആയിരിക്കും കൂടുതൽ വരുന്നത്. എന്തിനാണോ അവരെ ആകർഷിക്കുന്നത് അത് തന്നെ വരും. എൻ്റെ വീഡിയോ ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വഴക്കിട്ടോ കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ സുഗമ എന്തും ഭാവിച്ചാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കഥ, ഇതൊക്കെ ഒരു രസവും കോമഡി ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. നിങ്ങൾ ചക്കരകളെ, എനിക്ക് എന്താ പണി കിട്ടിയെന്ന് ഞാൻ എന്താണ് ഒരു കല്യാണം ഇങ്ങനെ ഉറച്ച് സെറ്റായി വന്ന് കല്യാണം കഴിക്കുന്ന ഇതിൽ ഞങ്ങൾക്ക് ഈ SNDP-കാർക്ക് പത്രിക മുറിക്കുക എന്നൊരു പരിപാടിയുണ്ട്. ആ സംഭവം വന്ന് നാളെ പത്രിക മുറിക്കുക, SNDP-യിൽ പത്രിക മുറിച്ച് വെച്ചാൽ കല്യാണ ഡേറ്റ് തരികയാണ്. അവിടം വരെ പ്രേമം എത്തിയായിരുന്നു. ആ സമയത്ത് ആ തലേ ദിവസം അയാളുടെ ഞാൻ പ്രേമിച്ച ആളുടെ ചേട്ടൻ വന്നിട്ട് ചോദിച്ചേ, സ്ത്രീധനം എന്ത് തരുമെന്ന്. അയ്യോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. നാട്ടുകാരെ മൊത്തം കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ചമ്മലിടപാടല്ലേ. അപ്പം നമ്മൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് ആരുമൊന്നും ഇല്ലാത്തൊരു പ്രായവും, നമുക്ക് അങ്ങനെ സാമ്പത്തിക ശേഷിയില്ല, നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ വല്ല മോട്ടിവേഷൻ സ്പീക്കറോ ക്ലാസ്സോ കൊണ്ട് ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ തന്നെ വരണമെന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് നമ്മൾ ജീവിച്ച് വളർന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ദൈവം എന്നെ സ്ത്രീധനം ചിത്രണിക്ക് വിഷമം. ഞാൻ അപ്പം തന്നെ ഒരു ലെറ്റർ എടുത്ത് എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ വീട്ടുകാർ പറഞ്ഞ സ്ത്രീധനമുള്ള പെണ്ണ് കെട്ടിക്കൊണ്ട് ഞാൻ ലെറ്ററിൽ അങ്ങോട്ട് എഴുതി കൊടുത്ത് മുത്ത്
മുത്തുകളെ. അപ്പോൾ അവൻ്റെ അത് കിട്ടി. അപ്പോൾ എൻ്റെ വിചാരം അറിയോ, അവൻ ആ ലെറ്റർ കിട്ടിയിട്ട് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമായിരിക്കും, അയ്യോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ വേറെ പെണ്ണിനെ ഒന്നും കെട്ടത്തില്ല, എനിക്ക് നിന്നെ തന്നെ മതി, ശ്രീധനം ഇല്ലേലും ഒന്ന് പറയുമെന്ന് ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു അന്നത്തെ കാലത്ത്. ആ തെണ്ടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ അന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കട്ടമുകയായി പോയേരാ. അന്ന് വരാഞ്ഞതുകൊണ്ട് ഇന്നെനിക്ക് ഈ കസേര ഇരുന്ന് ഈ കഥ പറയാൻ പറ്റുന്നത് കൊണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞല്ല, കേസ് കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു പേടിയുമില്ല കേട്ടാ. അപ്പം എൻ്റെ ചക്കരകളെ, അപ്പോൾ അപ്പോഴത്തെ ഒരു പ്രായത്തിൽ എനിക്ക് വരെ അവൻ്റെ കല്യാണം എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ, അവൻ്റെ വീട്ടിലന്ന് കല്യാണത്തിന് എൻ്റെ വീടിൻ്റെ വാതിൽ കൂടെ ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലർക്ക് എന്നോട് സ്നേഹവും സഹതാപങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊരു സുശീല എന്ന് പറഞ്ഞൊരു ഒരു ഉഷ എന്ന് പറഞ്ഞ അക്കയൊക്കെ എന്നെ വന്നിങ്ങനെ ആശ്വസിപ്പിച്ച്, മോളെ പോട്ടടി, അവൻ്റെ കല്യാണത്തെ ദിവസം ഞാൻ പുതിയ ലൈൻ എവിടെ ഒപ്പിക്കണം എന്നുള്ള ചിന്തയോട് ഇട്ടിരിക്കുക. അവനെയൊന്നും ഞാൻ ഓർത്തില്ലാക്കല്ല, സത്യം പറയില്ല. ആദ്യം കുറച്ച് വിഷമം ഉണ്ടായി. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്ത പിന്നെ എന്താ പറയുക, എങ്ങനെയും ഇവനിൽ സൂപ്പർ ചെറുക്കനെ കെട്ടണം എന്ന് പറഞ്ഞു കഠിനമായ അപ്പം എനിക്ക് പ്രാർത്ഥിക്കണം, ദൈവമേ. അന്ന് ദേവീനെ വിളിക്കുക, കൃഷ്ണനെന്ന് എനിക്കറിയത്തില്ല. കൃഷ്ണൻ എന്ന് വിചാരിച്ചാൽ എൻ്റെ വിചാരം ഒരു കഥകളിൽ ഒരാളാണെന്നാണ് വിചാരം. അപ്പം അല്ലാതെ എനിക്ക് കഥകൾ ആണ് കൃഷ്ണൻ എന്ന് വിചാരിക്കും. എനിക്ക് അന്ന് കൃഷ്ണനെയൊന്നും അറിയത്തില്ല. കൃഷ്ണൻകുട്ടി അന്ന് ഞാനുമായിട്ട് വലിയ ചങ്ങാത്തത്തിലൊന്നും അല്ലെടുത്ത് കാലഘട്ടത്തിൽ. പക്ഷേ എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന കൃഷിയാണ് നിറച്ചവർക്ക്. അപ്പോൾ ഇങ്ങനെ ആകാശത്ത് മഴക്കോള് കൊള്ളുമ്പം വിതച്ചിട്ടിരിക്കണമെങ്കിൽ അപ്പൂപ്പൻ എൻ്റെ കൃഷ്ണ എന്നിങ്ങനെ വിളിക്കുന്നതായിരുന്നു. അങ്ങനെ മാത്രമല്ല, അപ്പം അങ്ങനെ വിളിക്കും, മഴ പെയ്തില്ല, എൻ്റെ കൃഷ്ണനെ തുണച്ചു എന്നൊക്കെ അച്ഛൻ പറയുന്നതായിരുന്നു അപ്പൂപ്പൻ. അപ്പം ഞാൻ ഈ കല്യാണത്തിന് തലേദിവസവും പിറ്റേന്നും ഒക്കെ അവിടെ മേക്ക് സെറ്റും പാട്ടും ബഹളവും കേൾക്കുമ്പം എനിക്കൊരു ചെറിയ നൊമ്പരം ഉണ്ടായി. എന്നാൽ എന്നിലെ ഒരു ആത്മാഭിമാനമുള്ള സ്ത്രീയുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, പോകാൻ പറഞ്ഞ അച്ഛൻ അവരെ കെട്ടിയിരുന്നെങ്കിൽ നീ ഇവിടെ പാടത്തൊക്കെ പോകേണ്ടി കൃഷിപ്പണിയൊക്കെ ചെയ്തല്ലേ, വല്ല സെയിൽസ് ഗേളായിട്ടും ഒക്കെ നടന്ന് നീ നശിക്കും. അപ്പം മോട്ടർ ഇതിനൊക്കെ നല്ല ചെറുക്കനെ കിട്ടും, നീ സ്വപ്നം കാണും. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാഭിമാനമുള്ള എൻ്റെ ഉപബോധ മനസ്സെന്നോട് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ കാത്തിരും ചക്കരകളെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ചേട്ടത്തി ആലപ്പുഴ തുമ്പൂളിൽ നിന്ന് എനിക്കൊരു കല്യാണം കൊണ്ടുവരുന്നത്. സ്ഥലം വരെ ഞാൻ പറയുക, നാട്ടുകാർ കേൾക്കുന്ന കാര്യമല്ല, എനിക്ക് ആരെയും പിടിയില്ല ചക്കരകളെ, ഉള്ള കാര്യമല്ല പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു നല്ല ആ നാട്ടിൽ കാണാൻ ലുക്കൊക്കെയുള്ള നല്ല ആചാനുബാഹുവായ നല്ല സുന്ദരനായ ഒരു മനുഷ്യനെ കല്യാണം ചെയ്തു. വീട്ടുകാർ അമ്മയുടെ ചേട്ടത്തിയൊക്കെ കൊണ്ടുവന്നേ കല്യാണം കഴിച്ച് എൻ്റെ ചക്കരകളെ വളരെ പ്രതീക്ഷയോടെ ഞാൻ നേരത്തെയൊക്കെ കണ്ട് സംസാരിച്ച് എനിക്കിഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ. അപ്പോൾ എൻ്റെ വിചാരം എന്നേക്കാൾ 18-19 വയസ്സ് പുള്ളിക്കാരൻ മൂത്ത. അപ്പോൾ എൻ്റെ വിചാരം എന്നറിയാമോ, എന്നെ നല്ല കുഞ്ഞായിട്ട് ഇങ്ങനെ പുന്നാരിപ്പിച്ച് മോളെ പൊന്നെ എന്നൊക്കെ വെക്കും, നിറയെ ഉമ്മയൊക്കെ തരും. എന്നെ എപ്പോഴും ബൈക്കിലൊക്കെ ബുള്ളറ്റൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ബുള്ളറ്റിലൊക്കെ ഇതിനെ കറക്കി കൊണ്ട് കിടക്കും. ചക്കര മുത്തേന്ന് എപ്പോഴും വിളിച്ചെന്നെ പുന്നാരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ മനുഷ്യനെ കെട്ടാൻ സ്വപ്നവും കണ്ടിരുന്ന് ചക്കര. പിന്നെ മറ്റവൻ്റെ മുമ്പിൽ അവനേൽ സുന്ദരനാണ്, എല്ലാം കൊണ്ടും കൊള്ളാം. ഇങ്ങേർക്ക് ബുള്ളറ്റും വണ്ടിയൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, സുഖിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ വണ്ടിയിൽ കയറി ചക്കരകളെ. അങ്ങനെ കല്യാണം കഴിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി അവരുടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മനസ്സിലായി ഏത് സ്ഥലത്താണ് വന്ന് പെട്ടിരിക്കുന്നത്. എനിക്ക് ദൈവമേ തിരിച്ചു പോകാനും വയ്യ. ഒരുവിധ സംസ്കാരമില്ലാത്ത ആളുകളുടെ മുന്നിൽ വന്ന് പെട്ടുപോയൊരു മാൻപേട കുഞ്ഞായിരുന്നു ഞാൻ. ആരും എന്നെ മനസ്സിലാക്കിയില്ല, ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല, ഞാൻ എത്ര നല്ല കുട്ടിയാണെന്ന് ആരും മനസ്സിലാക്കിയില്ല ചക്കരകളെ. അപ്പം ഞാൻ ഓർത്തു, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, ദൈവമേ ഞാൻ എവിടെയോണ് വന്ന് പെട്ടിരിക്കുന്നത്. ഈശ്വര, ഈ പുറമേ കാണുന്നൊന്നും അല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല മുത്തുകളെ അവിടെ നടന്നത്. പക്ഷെ തിരിച്ചു പോകാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നിന്നു, പയറ്റിയൊക്കെ നിന്നു. എൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഥകളുണ്ട് ചക്കരകളെ. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ മക്കൾ ഡിലേറ്റ് ചെയ്യും. ഇന്നത്തെ ഒരു കാര്യം, ഈ പുള്ളിക്കാരൻ എക്സൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എന്നോട് ആരാധനയാണ്. ഇപ്പം
പുള്ളിയും ഈ വീഡിയോ നന്നായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇത് കുത്തിയിരുന്ന് കാണുന്നത്. നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് അതിൽ പുള്ളിയുടെ ഒരു ദിവസം എൻ്റെ ഇളയ വെച്ച് പറഞ്ഞു, അമ്മേ ഞങ്ങളെ ഞങ്ങളുടെ അച്ഛൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റും അമ്മയുടെ വീഡിയോകളാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, ആരെന്ത് കാണുന്നോ നമുക്ക് അറിയണമെന്നെങ്കിൽ ഞാൻ ബോബൻ്റെ ഫോൺ എടുത്ത്, ബോബനെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ല, എന്താ കാണുന്നതെന്ന് ഞാൻ നോക്കാം. ബോബ കാണുന്നതിൻ്റെ ഷാജൻ്റെ പിന്നെ വാർത്ത, ഒരു രാഷ്ട്രീയക്കാരുടെ മുഴുവൻ വീഡിയോകളും വാർത്തകളുമാണ് കാണുന്നത്. ഒരെണ്ണം പോലും വേറെ പെണ്ണുങ്ങളുടെ അല്ല മറ്റുള്ളവരുടെ രാഷ്ട്രീയ ഭ്രാന്തുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ആളാണ് കേട്ടോ, അതും പറഞ്ഞേക്കാം. ഉമ്മൻചാണ്ടി ദൈവത്തിനെ പോലെയുള്ള സ്നേഹമായിരുന്നു പുള്ളിക്കാരൻ. എനിക്കും ആ മനുഷ്യനോട് സ്നേഹം കേട്ടോ. പക്ഷെ എനിക്ക് രാഷ്ട്രീയം, എനിക്ക് നല്ല ഭരണം ആര് കാഴ്ചവെക്കുന്നു, അങ്ങനെ തീരുമാനം എൻ്റെത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സുഖം പോയിട്ട് നിങ്ങളെനിക്ക് മറ്റത് മറന്നുപോയി, സുഖം എൻ്റെ ദൈവം ഇത് കൾഷിമേഴ്സാണ്, മറ്റേ കാര്യം വീണ്ടും വീണ്ടും കേൾക്കട്ടെ, ഇവർ വേറെ വഴിയിലോട്ടാണല്ലോ പോകണമെന്നല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ദൈവമേ അയ്യോ എന്നിട്ട് ഇങ്ങനെയല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നിട്ടൊന്നുമില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി, എന്താ പറഞ്ഞ ഏത് ചേച്ചി ഒരു സാധാ കുളത്തിൽ നിന്ന് ഞാനൊരു അട്ടക്കുളത്തിൽ വന്ന് വീണു. പിന്നെ എനിക്ക് കൈകാലിട്ടടിക്കാൻ പറ്റുമോ, കയറാൻ പറ്റുമോ, ഞാൻ പെട്ട്. ഞാനപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പെട്ടമ്മേ, എൻ്റെ ജീവിതം ശരിയായല്ലമ്മേ, എനിക്ക് മിണ്ടിപ്പോലെ നാട്ടുകാരെയൊക്കെ മുന്നിൽ വെച്ച് കെട്ടിയതാണ്. ഇത് മതിയെന്നല്ല നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് മതി എന്നൊക്കെ പറഞ്ഞു. ആളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, മതി എന്നൊക്കെ പറഞ്ഞു. നല്ല അജാനുഭവം, നല്ല സുന്ദരനായ, നല്ല താടിയൊക്കെയുള്ള നല്ലൊരു മനുഷ്യൻ, കാണാൻ ലുക്കുള്ള മനുഷ്യൻ. അപ്പോൾ എനിക്ക് മറ്റവൻ്റെയൊക്കെ പറ്റി ഞാൻ എന്നെ ഉപേക്ഷിച്ച് തേച്ച ആ കാമുകന്മാരുടെ മുമ്പ് ഷൈൻ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഞാനിത് സെലക്ട് ചെയ്തത്. അങ്ങനെയുള്ള പാളിപ്പോയി. അപ്പം മിന്നുന്നതൊന്നും പൊന്നല്ല, പുറമേ കാണുന്ന കണ്ടിട്ട് നമ്മളത് പൊന്നാണ് എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ അവിടെ കൊണ്ട് പഠിച്ചൊരു പാഠമാണ് ചക്കരകളെ. അയ്യോ, അങ്ങനെ ഞാൻ വാങ്ങിയ ട്രോഫികളാണ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന 2 എണ്ണം കേട്ടാ. അതാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് എന്നെ പോലെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല. ബോബനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കൂ, അപ്പോൾ നമുക്ക് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റും. ഞാൻ ബോബനോട് പറയും, ബോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എൻ്റെ മുത്തേ കഥകളൊക്കെ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് പോകും, അപ്പോൾ ഒന്നും പറയരുത് തന്നെയാന്ന് പറയും. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു മുത്തേ എന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതായിട്ട് ആരെയും ഉപദ്രവിക്കില്ല നീ. ഞാൻ ആരും ഉപദ്രവിച്ചില്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇനി ഉപേക്ഷിച്ച് പോയവന്മാരുടെയും പേര് ഞാനിതിനകത്ത് പറഞ്ഞിട്ടില്ല. ആരാന്ന് നിങ്ങൾക്ക് തെളിയിക്കാവാ? ഒന്നുമില്ലല്ലോ. എൻ്റെ നാട്ടുകാർക്കറിയാം. പക്ഷെ നാട്ടുകാർക്കെല്ലാം എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോട് ഇഷ്ടവും ഭയങ്കര സഹതാപമായിരുന്നു. എൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ളൊരു മൺതരിക്ക് പോലും സിംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും സിംഗിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓമന തന്നെയായിരുന്നു. അതെനിക്ക് നല്ല ഉറപ്പായ കാര്യമാണ്. എല്ലാവർക്കും ഒരു വാത്സല്യവും സ്നേഹമായിരുന്നു. എന്നെ ആരും അഹങ്കാരി എന്ന് പറയത്തില്ല. എന്നോട് ഭയങ്കര എൻ്റെ നാട്ടുകാർ എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്, എൻ്റെ എല്ലാമാണ് എൻ്റെ നാട്ടുകാർ. എനിക്കിഷ്ടമാണ്. എനിക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര നിഷ്കളങ്കരായ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ. എൻ്റെ ചുങ്കമ്പള്ളാത്തിരുത്തി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള നാട്ടുകാർ. ഞാനീ പറയുന്ന എല്ലാം സത്യമാണെന്ന് അവർക്കറിയാം. എൻ്റെ നാട്ടുകാരെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കണ്ണ് നിറയുന്നു. എനിക്ക് ഈ ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എൻ്റെ സ്വന്തം ജന്മദേശമായ ചുങ്കമ്പള്ളാത്തുരുത്തി എന്ന് പറയുന്ന നാട്ടിൽ ചെല്ലും എൻ്റെ ആത്മാവാണത്. മനസ്സിലായോ? എത്ര സുന്ദരമായ കഥകളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇനിയും പറഞ്ഞുതരാം. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ബോറടിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഈ തേച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, എന്നെ തേച്ചപ്പോൾ ഞാൻ പുതിയ ലൈൻ ഇടണമല്ലോ, ഇവനൊരു നല്ലൊരാളല്ലോ ഇങ്ങനെ ചിന്തിച്ചത്. അതല്ലാതെ ഉടനെ കെട്ടിത്തൂങ്ങി ചാകാം എന്നൊന്നും ഞാൻ എൻ്റെ വിശാലമായ ജീവിതം അങ്ങ് എനിക്ക് സ്വപ്നങ്ങൾ, ഞാൻ എന്തൊക്കെ സ്വപ്നം. എൻ്റെ സമയം കല്യാണം കഴിയുക, നിറയെ പൂവെക്കുക, നല്ല പട്ടുസാരി ഉടുക്കുക, ഇവിടെ കുറച്ച് സ്വർണ്ണമൊക്കെ, അത്യാവശ്യം സ്വർണ്ണമൊക്കെ ഇടുക, ചോക്കർ ഇടുക, എൻ്റെ സ്വപ്നം നെക്ലസ് ഇടുക. ഒന്നും കിട്ടിയില്ല ചക്കരകളെ. ഞാൻ ബിന്ദു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെ ആലപ്പുഴ വെള്ളക്കണേഷൻ്റെ അവിടെ ഒരു ഈ ഗോൾഡ് കയറി വിൽക്കുന്ന കടയിൽ 2 ദിവസം മുമ്പ് എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്നൊരു ബോംബെ ചെയിൻ്റെ ഒരു മാല മേടിച്ചു. അതിന് ലോക്കറ്റ് പോലും അമ്മ മേടിച്ചു തന്നില്ല. കുറച്ച് വരവുകളെ മേടിച്ച് 2 കയ്യിലോട്ട്
ഇതാണ്. അപ്പോൾ എൻ്റെ അയൽവക്കക്കാർക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റി. അവിടെ നിന്ന് ഇങ്ങനെ വരവൊന്നും കൊടുത്ത് അന്നത്തെ കാലത്ത് പാവപ്പെട്ടവരാണെങ്കിലും കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്താൽ കെട്ടിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവള് സ്വർണം മേടിച്ചിട്ടുണ്ടോ, എന്താണ് അമ്മയുടെ വീട്ടിൽ തന്നെ ഭയങ്കര സാമ്പത്തികമൊക്കെ ഉള്ളവർ അത്യാവശ്യം. അപ്പോൾ അവരെല്ലാം തന്നിട്ടുണ്ട്, അവരുമല്ലോ എനിക്ക് തന്നോ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്കായി വല്ലതും കരുതി വെച്ചിട്ടുണ്ടായെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷപ്പെട്ട് ഈ സ്വർണ്ണം കാണാൻ വേണ്ടി നടക്കുമോ. ഞാനല്ലേ മിടുക്കി, എനിക്കിതെല്ലാം അറിയായിരുന്നു നേരത്തെ. സമയത്തെ ഞാൻ ഇട്ടോളൂ, സമയത്ത് ഞാൻ ഇട്ടോളൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കല്യാണ സമയത്ത് ഇങ്ങനെ പന്തൽ നിൽക്കുവാണേ, ആ ഒരു പോണ്. അപ്പോൾ സ്വർണം, അപ്പം ഞാൻ ഈ പന്തൽ നിൽക്കുമ്പോഴേ എനിക്ക് ഇഷ്ടം പോലെ, അന്നും എനിക്കൊരു ഇഷ്ടം പോലെ കിള പോലെ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറയടി, നീ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, പന്തലിനകത്തിരിക്കും, നീ ചിരിക്കുന്നില്ല. കാരണം അതായത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു ബോധമുണ്ട്, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഒരിക്കലും എന്നെ അർഹതപ്പെട്ട ഒരാളുടെ ഒപ്പമല്ല ഞാൻ പോകുന്നത്. പണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങേരെ ഞാൻ കല്യാണം കഴിക്കുന്നത്. എന്നെ അർഹതപ്പെട്ട ഒരാളല്ല. ഇപ്പം എന്നെ സ്നേഹിച്ച് ഉപേക്ഷിച്ചവന്മാർ പോലും എന്നെ അർഹതപ്പെട്ട ഒരാളല്ല. ഞാൻ നല്ല മാണിക്യമാണെന്ന് എനിക്ക് സ്വയം അറിയായിരുന്നു. എന്നെ ലാസ്റ്റ് ഇപ്പോൾ ബോബനടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചേരേണ്ട ഒരാളുടെ കയ്യിലെത്താൻ എത്രയോ വർഷങ്ങൾ ഞാൻ കർമ്മദോഷങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അനുഭവിച്ച് വന്ന് ചേരേണ്ടതിൻ്റെ അടുത്ത് ചേരാൻ വേണ്ടിയിട്ട് എൻ്റെ ബോബൻ ഭയങ്കര മാണിക്യമാണ്, പ്യുവറാണ്, 916 ആണ്, 24 ആണ് എന്നൊക്കെ പറയാം. എനിക്ക് അത്ര പ്യുവറായൊരു മനുഷ്യനാണ് ബോബൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഞാൻ ഭയങ്കരമായ കുരിശും മലയൊക്കെ താണ്ടണ ചക്കരകളെ. അപ്പം അങ്ങനെയാണ് ഞാൻ ബോബൻ എന്ന് പറയുന്ന മാണിക്യത്തിൻ്റെ അടുത്ത് ഈ സുന്ദരിയായ മാണിക്യക്കുട്ടി എത്തിയത്. നിങ്ങളിപ്പോൾ പറയൂ ഇവള് സുന്ദരിയെന്ന് സ്വയം പറയാം. എന്നെ പിന്നെ നിങ്ങൾ പുകഴ്ത്തിയില്ലെങ്കിൽ പിന്നെ എനിക്കെങ്കിലും എന്നെ പിന്നെ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്നെ എപ്പോഴും പിന്നാരിപ്പിക്കുക, ഞാൻ എപ്പോഴും എനിക്ക് സെൽഫ് ലവ് എനിക്ക് ഒരുപാടുള്ള ഒരാളാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇരുന്ന് എൻ്റെ കഥകൾ പറയുന്നത്. എനിക്ക് ആരോടും പിന്നെ ഞാൻ ആരെയും വെട്ടിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, കൊന്നിട്ടില്ല. എല്ലാ സത്യം എനിക്ക് ആരും എന്താണ്, എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജീവനും ജീവിതമുള്ളൂ. ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല, ആർക്കൊരു നാശവും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർത്ത് ജോലി ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. പിന്നെ എനിക്കെന്താ പേടിക്കാൻ, ഒരു ചുക്കുമില്ല ചക്കരകളെ. ഇതൊക്കെ എനിക്ക് പറയാം. അപ്പം ആദ്യരാത്രി എന്നൊക്കെ ഇപ്പം നമ്മൾ ഓർക്കത്തില്ല, ആദ്യരാത്രി നമ്മൾ പണ്ട് നമ്മുടെ ആദ്യരാത്രിയെ പറ്റി നമുക്ക് എന്തൊക്കെ, പാലും കൊണ്ട് നമ്മൾ പോകും, നമ്മുടെ ബെഡിലൊക്കെ ഇങ്ങനെ പൂക്കൾ വിരിച്ചിടും, നമ്മുടെ ചിന്തകളായിരുന്നു. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ട ആദ്യരാത്രിയൊക്കെ ഓർത്ത് ആദ്യരാത്രിക്ക് വേണം, ഓർക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, ആദ്യത്തെ രാത്രിയൊക്കെ ഞാനൊരു മൂലക്ക് കരഞ്ഞുകൊണ്ടിരുന്നിട്ട്, ഈശ്വര ഞാൻ സ്ഥലം മാറിപ്പോയി, ഇത് ഇവിടെ ഇവനല്ലല്ലോ ഞാൻ എൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ട ഇവനല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പോലോ എനിക്ക് കുറേയൊക്കെ പറയണം ചക്കരകളെ. ഞാൻ പറയാം, എനിക്ക് ആ സ്റ്റാഫ് വന്നിട്ടേ അച്ചാറിടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അച്ചാറിലോട്ട് പോയി. അതുകൊണ്ട് ഞാൻ നാളെയും പറയാവേ. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ജീവിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യത ഉള്ളതായിരിക്കും. അപ്പം ഞാനിട്ട് ഈ വരവൊക്കെ ഇട്ട് ഈ പന്തൽ നിൽക്കുമല്ലേ, അന്നൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിൽ ചെറിയൊരു തൊമ്പരം ഉണ്ടാക്കിയൊരു ചെറിയ കാര്യമാണ്. കംപ്ലീറ്റ് വരവെല്ലാം ഇട്ടിങ്ങനെ ഒരു കാതിപ്പൂലൊരു കമ്മലില്ല. അപ്പോൾ ഉള്ളിലൊരു ആത്മാഭിമാനമുള്ളൊരു കുട്ടിയാണല്ലോ ഞാൻ. അപ്പോൾ ഉള്ളിലെനിക്ക് സങ്കടമുണ്ട്, ദൈവം എനിക്കൊരു ഗ്രാം സ്വർണ്ണം പോലൊരു കമ്മൽ പോലും ഞാൻ എന്ത് ചോദിച്ചാൽ. അപ്പോൾ ഈ കല്യാണം കഴിയുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചാൽ എത്ര പോലെ സ്വർണ്ണമാണ് തരുന്നത്. ഞാൻ പറഞ്ഞ ഒരു കുറച്ച് സ്വർണ്ണം നന്നായിട്ടുണ്ട്, കുറച്ച് വളയം അടിച്ചിരുന്നു, കുറച്ച് നെക്ലസും എപ്പോഴും എൻ്റെ ദൈവമേ ഗുരുവായൂരപ്പൻ. ഞാൻ അവിടെ ചെല്ലും, അന്ന് ഗുരുവായൂരപ്പനെ വിളിയില്ല കേട്ടോ, ദേവി ഞാൻ അവിടെ ദേവി എന്ന് വിളിക്കും. ദേവി അവിടെ ചെല്ലുമ്പോൾ ഇത് സ്വർണ്ണമാണെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കല്യാണം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം, ഈ സ്വർണ്ണക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഈ സ്വർണ്ണമെല്ലാം ഒന്ന് പണയം വെക്കാൻ തരണമെന്ന് പറയുന്നത്. കാരണം അങ്ങേരെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമെന്ന് കൊണ്ട് പോയി മേടിച്ചാലും പണയം വെക്കാൻ അങ്ങനെ ഒരു ആവശ്യത്തിന് കൊണ്ടുപോയി വല്ല പ്രശ്നമായി പോയാലെന്ന് ഓർത്ത് ഞാൻ ബുദ്ധിപൂർവ്വം, അന്ന് ഭയങ്കര ബുദ്ധി എനിക്ക്, അന്നേ ഒരു ബുദ്ധിശാലിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വന്ന ഉടനെ തന്നെ പറഞ്ഞ്, അയ്യോ മോനെ ആ സ്വർണ്ണമെല്ലാം ഊരി തരുക, പിന്നെ ഞങ്ങൾക്ക് പണയം വെക്കാനൊക്കെ കടക്കാരുണ്ട് ഒത്തിരി, കല്യാണം കഴിച്ചാൽ കടമെന്ന് പറഞ്ഞു. കൊടുത്തു എനിക്ക് വേണ്ട. അന്നേരം നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ, കൊടുത്തു മൊത്തം കൊടുത്ത് എനിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഊരിയ വരവെല്ലാം അവിടെ കൊടുത്തു ചക്കരകളെ. എന്നിട്ട് ബിന്ദു പോയി രണ്ടാമത് സാധനം മേടിച്ച് 2 വളയൊക്കെ ഇട്ട് അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ ഒരു സ്വർണ്ണമൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കടമുണ്ട്, അതിന് ഊരി കൊടുത്തെന്ന് പറഞ്ഞു. ആ ഇട്ട് കയറിയപ്പോൾ തന്നെ ഈ ഹസ്ബൻഡ് നാത്തൂന് എന്നോട് ചോദിച്ചായിരുന്നു, ഡേ ഇതൊക്കെ സ്വർണ്ണമാണോ പൂച്ചാണോന്ന് ചോദിച്ചു. അവൾക്ക് പൂച്ച കണ്ടപ്പോൾ എവിടെയോ ഒരു ഡൗട്ട് അടിച്ചെന്ന് പറഞ്ഞു. പക്ഷേ കയ്യിലൊന്നും തൊടാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചേക്കില്ല. അന്നത്തെ രാത്രി ഞാൻ അവരുടെ വീട്ടിൽ നിന്നില്ല, എൻ്റെ വീട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ട് എന്നെ എഡൻ വീട്ടിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ വിരുന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങുണ്ടല്ലോ, ഞാൻ അവിടെ നിൽക്കത്തില്ല, എന്നെ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ
സംഭവം ഇവിടെ ഇൻ്റർനാഷണൽ കളി കളിച്ചേക്കരകളെ നിൽക്കണ്ടേ, നമുക്ക് ജീവിച്ചു പോകണ്ടേ. ഇന്നൊക്കെ ആണെങ്കിൽ ആ സിംഗിൾ ബോബൻ ആരായിരുന്നു അല്ലേ, നിറയെ സ്വർണ്ണം. അല്ലെ എൻ്റെ മക്കൾക്ക് എൻ്റെ മോക്കൊക്കെ ഞാൻ സ്വർണ്ണം കൊടുത്ത് നന്നായിട്ടാണ് കെട്ടിച്ചത്. അങ്ങനെ നമുക്ക് അമ്മമാർക്ക് ഇപ്പം സ്വർണ്ണം കൊടുക്കുന്നത് എനിക്ക് താല്പര്യമില്ല കേട്ടാ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ സ്വർണ്ണം കൊടുത്താലും കിട്ടത്തില്ല അക്കരകളെ. അതിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ്. അന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം എനിക്ക് കിടക്കാനൊന്നും ഒരിടവുമില്ല. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാൾ ഒരു വീടുള്ള ഒരാൾ എന്നെ കെട്ടണമെന്ന് അത് വയസ്സ് പോലും നോക്കിയില്ല ഞാൻ. അന്ന് കെട്ടി പോയത്. അന്ന് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് കിടക്കാനിടവില്ല, നമുക്ക് സുരക്ഷിതത്വമില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കുള്ള ഒരു ഭാരമൊക്കെ കൊണ്ട് നമ്മൾ കെട്ടി. ഇന്നതെന്ന് ഓർത്ത് നിങ്ങളിനതോ സിങ്കുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ അനുഭവങ്ങളെല്ലാം കൂടെ നമുക്ക് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നത്, എനിക്ക് ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ കഥകളിലൂടെയും എൻ്റെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കഥകൾ കേട്ട് നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ സ്നേഹത്തിൻ്റെ, എൻ്റെ ആദ്യമുള്ള വീഡിയോ കണ്ട ഒരാൾ പോലും എന്നെ സ്കിപ്പ് ചെയ്യത്തില്ല. അവരേത് ഉറക്കത്തിലായാലും എൻ്റെ വീഡിയോ എഴുന്നേറ്റിരുന്ന് കാണും. എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഒരു സന്ദേശം ഉണ്ടായിരിക്കും അല്ലേ ചക്കരകളെ. അപ്പം നമ്മൾ നാളെ ആരാകും എന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് അനുഭവങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടും വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കലും. അതിനൊക്കെ അപ്പുറത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്കൊരു സ്വർഗം ദൈവം കാത്തു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു ആത്മസന്തോഷം ഇത് ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നത് ദൈവം എനിക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലവും തരുന്നുണ്ട്. ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്, ആഹ്ലാദിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കില്ല ഇന്ന് സിംഗമയ്ക്ക് കഷ്ടപ്പെടാം, അങ്ങനെയൊന്നുമില്ല. ഇതൊരു കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാനും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാനും നമ്മളെപ്പോഴും ബിസിയായി ഇരിക്കാനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അച്ചാറിടാൻ പോവുകയാണ്. നാളെ തുടരും. ഓക്കെ.